തിരുവനന്തപുരം കാരേറ്റിൽ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് പൊളിക്കാൻ അനുമതി കാത്തിരുന്ന 2 പഴയ ഹൈസ്കൂൾ കെട്ടിടങ്ങൾ 24 വാർത്തയ്ക്ക് പിന്നാലെ പൊളിച്ചുമാറ്റി. കാരേറ്റ് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ അപകടാവസ്ഥയിലായ പഴയ 2 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിയത്. 24 വാർത്തയ്ക്ക് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സ്കൂൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. അലക്സ് റാം മുഹമ്മദിന്റെ റിപ്പോർട്ടിലേക്ക്. പൊതുജനം കഴുതിയ LSR ഇംപാക്ട്. കാരേറ്റ് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ അപകടാവസ്ഥയിലായ പഴയ 2 കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വൈകിപ്പിക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതി 24 വാർത്തയാക്കി. തിരുവനന്തപുരം കാരേറ്റിൽ അപകടാവസ്ഥയിലായ 2 സ്കൂൾ കെട്ടിടങ്ങളാണ് പൊളിക്കാൻ വൈകുന്നത്. കാരേറ്റ് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ ഈ പഴയ കെട്ടിടങ്ങൾ ഏത് നിമിഷവും നിലം പൊത്തും എന്ന അവസ്ഥയിലാണ്. അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ എത്രയും പെട്ടെന്ന് പൊളിച്ചുമാറ്റി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും മാതാപിതാക്കളുടെ ആശങ്ക അകറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വാർത്തയ്ക്ക് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടിയന്തര ഇടപെടൽ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സ്കൂൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർ നടപടികൾ വേഗത്തിലാക്കി. പിന്നാലെ അപകടാവസ്ഥയിലായിരുന്ന 2 ഹൈസ്കൂൾ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കി. പഴയ കെട്ടിടങ്ങൾ പൊളിച്ച സ്ഥലത്ത് ആധുനിക നിലവാരത്തിലുള്ള പുതിയ കെട്ടിടം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാധ്യമ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഇടപെട്ട് ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ ഈ കെട്ടിടം പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പുതിയൊരു കെട്ടിടം ദേവസ്വം ബോർഡ് ഡയറക്റ്റ് ഇടപെട്ട് തന്നെ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം എന്നതാണ് നമ്മുടെ ആവശ്യം. കട്ടപ്പുറത്തായ സ്കൂൾ ബസ് ലേലം ചെയ്ത് വിൽപ്പന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ദേവസ്വം ബോർഡിനോട് രക്ഷകർത്താക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡും അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ കൂടെ സഹകരിച്ച് അവിടെ ഒരു പുതിയ കെട്ടിടം, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു പുതിയ കെട്ടിടം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഉണ്ടാവണം. അപകടാവസ്ഥയിലായ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കാനെടുത്ത കാലതാമസവും അലംഭാവവും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും സ്കൂൾ ബസ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും കാണിക്കരുതെന്നാണ് രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. തിരുവനന്തപുരത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.